ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു കൊണ്ടാട്ട മുളക് അച്ചാർ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമ്മൾ 300 ഗ്രാം അളവിൽ കൊണ്ടാട്ട മുളക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം നമുക്ക് രണ്ടായിട്ട് പൊളന്ന് അതിനകത്തെ കുരു കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഈന്തപ്പഴം മൊത്തം കുരു കളഞ്ഞെടുക്കാം. അപ്പോൾ ദേ ഇവിടെ നമ്മൾ ആ ഒരു കുരു എല്ലാം മാറ്റി നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നില്ല, ഒരു 1/4 ഭാഗത്തോളം നമ്മൾ അടിച്ച് എടുക്കുന്നുള്ളൂ. ബാക്കി 1/4 ഭാഗം നമ്മൾ അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നല്ലെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു മുളക് വറുത്തെടുക്കാനായിട്ടാണ് ഈ എണ്ണ ഒഴിച്ചത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആ മുളക് ഇട്ട് കൊടുക്കാം. ആ മുളകിൻ്റെ ഞെട്ടൊക്കെ നന്നായിട്ട് കളഞ്ഞു വേണം അതിനകത്തോട്ട് ഇടാൻ. ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരിത്തിരി നേരം ആകുമ്പോഴേ അതൊന്ന് വാടിക്കിട്ടും. ജസ്റ്റ് ഒരു കളർ മാറി വരുമ്പോഴേക്കും നമുക്കതൊരു അരിപ്പ പാത്രത്തിലേക്ക് കോരാം. അങ്ങനെ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു 300 ഗ്രാമും ഇതുപോലെ വറുത്ത് നമ്മുടെ അരിപ്പ പാത്രത്തിലേക്ക് കോരിയിടണം. അപ്പോൾ ദേ അത് മൊത്തം നമ്മൾ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. നമ്മൾ ആ വറുത്ത ചീനച്ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് വാട്ടിക്കൊടുക്കാം. അത് നന്നായിട്ട് ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചു കൊടുക്കണം. ആ ഒരു എണ്ണയിൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ആ അടിച്ചു വെച്ചേക്കുന്ന ഈന്തപ്പഴമാണ്. അങ്ങനെ ആ ഈന്തപ്പഴവും മുളക് പൊടിയും കൂടി ഇട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഇനി അത് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന ആ 1/4 ഭാഗം നമ്മൾ കുരു കളഞ്ഞു വെച്ചേക്കുന്ന ഈന്തപ്പഴവും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു വിനാഗിരിയുടെ വെള്ളത്തിൽ കിടന്ന് അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ആ എടുത്ത് വെച്ചേക്കുന്ന നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന ആ ഒരു കൊണ്ടാട്ട മുളകും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. മുളക് ചേർത്ത ഉടൻ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു മിക്സിനോട് കൂടി ഇത് ചേരാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി അത് ഒരുപാട് സമയമായി ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കഴിയുമ്പോഴേക്കും അതൊന്ന് തിളക്കാനായിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ലേശം നല്ലെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു കുപ്പിയിലാക്കി ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും എടുക്കുമ്പോഴേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൊണ്ടാട്ട മുളക് അച്ചാർ റെഡി. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സ്വീറ്റുമാണ്, സ്പൈസി ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.